പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, അതായത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരുന്നു, തുടർന്ന് അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുന്നു. വളരെ കുറച്ച് മാസങ്ങളേ ഉള്ളൂ. ഇനി ഒരു വർഷമില്ല രണ്ടും കൂടെ വരാൻ. ഉടൻ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതുപോലെ വരുമ്പോൾ അടിയോടടിയാണ്. വെള്ളാപ്പള്ളി നടേശനാണ് ഇപ്പോൾ ഈ തല്ലിന് തുടക്കമിട്ടിരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ വച്ച് നമ്മുടെ വി.ഡി. സതീശൻ അവർകളെ പരമപന്നനെന്നും തറയെന്നും പറയെന്നും വളരെ മോശമായി അഭിസംബോധന ചെയ്തു. വെള്ളാപ്പള്ളി ഈഴവ വിരോധിയാണെന്ന് പറഞ്ഞു. ഒരു കാരണവശാലും വെള്ളാപ്പള്ളി വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാവാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു വെള്ളാപ്പള്ളി പറഞ്ഞു. അപ്പോൾ വി.ഡി. സതീശൻ അതിനെ കൃത്യമായി മറുപടിയും പറഞ്ഞു. അങ്ങനെ 1 to 1 മറുപടി ഇങ്ങനെ ഉരസി പോകുമ്പോഴാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു വെല്ലുവിളി നടത്തിക്കളഞ്ഞു. 100 സീറ്റ്, അതിൻ്റെ ഇടയ്ക്കിൽ വി.ഡി. സതീശൻ പറഞ്ഞായിരുന്നു 100 സീറ്റ് പിടിച്ചുകൊണ്ട് അധികാരത്തിൽ വരുമെന്ന്. UDF LDF വരില്ല, 2 പ്രാവശ്യമേ ഉള്ളൂ, അവരിന് വരാൻ സാധ്യതയില്ല. UDF ആണ് വരാൻ പോകുന്നത്, 100 സീറ്റ് പിടിക്കുമെന്ന്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്ന് പറഞ്ഞു, 100 സീറ്റ് പിടിച്ചാൽ ഞാൻ എൻ്റെ SNDP പ്രസിഡന്റ് സ്ഥാനം ഞാൻ രാജിവെക്കും, ഞാനിനി SNDP പ്രസിഡന്റ് ആവൂല. അത് കേട്ടോണ്ട് അപ്പോൾ എന്നിട്ട് ചോദിച്ചു വി.ഡി. സതീശൻ 100 സീറ്റിൽ കുറഞ്ഞാൽ വനവാസത്തിന് പോകുമോ, രാഷ്ട്രീയ വനവാസത്തിന് പോകുമോ? ഇത് കേട്ട പാതി, കേൾക്കാത്ത പാതി, കണ്ട പാതി, കാണാത്ത പാതി, കിട്ടിയ പാതി, കിട്ടാത്ത പാതി. വി.ഡി. സതീശൻ പ്രസ്താവന ഇറക്കി, ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. പക്ഷേ വി.ഡി. സതീശൻ നന്നായി ഒരു ജാമ്യം എടുത്തിട്ടാണ് അടിച്ചിരിക്കുന്നത്. 100 സീറ്റിൻ്റെ കാര്യം അദ്ദേഹം വിഴുങ്ങി. അദ്ദേഹം പറഞ്ഞു അധികാരത്തിൽ വന്നില്ലെങ്കിൽ, അപ്പോൾ 71 സീറ്റ് കിട്ടിയാലും മതിയല്ലോ, അധികാരത്തിൽ വന്നില്ലെങ്കിൽ, UDF അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, രാഷ്ട്രീയ വനവാസത്തിന് പോകും. പക്ഷേ വി.ഡി. സതീശൻ അവർകൾ അറിയേണ്ടത്, താങ്കൾ പ്രതിപക്ഷ നേതാവായി നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച് തോറ്റ് പോയാൽ പാർട്ടി നിങ്ങളെടുത്ത് മാറ്റും, അത് വേറെ കഥ. അല്ലെങ്കിൽ നിങ്ങൾക്ക് രാജിവെക്കേണ്ടി വരും. എന്തായാലും അതും സംഭവിക്കാം. പിന്നെ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞത് കുറച്ച് കട്ടിയായിപ്പോയി. താങ്കളെപ്പോലുള്ള ആളുകൾ രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ടവരല്ല. കുറച്ചൊരു ആദർശ രാഷ്ട്രീയമുള്ള ആളാണ്, നിലപാടുകളുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് നിലമ്പൂർ തെരഞ്ഞെടുപ്പൊക്കെ നടന്നപ്പോൾ അൻവറിനെതിരെയൊക്കെ ശക്തമായ നിലപാടെടുത്ത ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും താങ്കളൊരു നിലപാട് തറയിൽ നിൽക്കുന്ന ആളാണ്. പഴയ ഹരിത രാഷ്ട്രീയക്കാരനാണ്, പരിസ്ഥിതി രാഷ്ട്രീയക്കാരനാണ്. അങ്ങനെ ഒരുപാട് ക്വാളിറ്റി ഉള്ള ആളാണ്. പരവൂരിൽ സ്ഥിരമായി ജയിക്കുന്നു. വലിയ അഴിമതി, ചെറിയൊരു ഈ NGO പ്രശ്നമെന്നൊക്കെ പറഞ്ഞ് പ്രളയ സമയത്ത് കേട്ടൊരു അഴിമതി അല്ലാതെ അതൊന്നും പക്ഷേ ക്ലച്ച് പിടിച്ചില്ല. വേറെ വലിയൊരു അഴിമതിയുള്ള ആളല്ല. നന്നായി കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നൊരു നേതാവാണ്. അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾ മുഖ്യമന്ത്രിയൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല കേരളത്തിൽ. കാര്യം താങ്കൾ പ്രതിപക്ഷ നേതാവാണല്ലോ. എന്തായാലും പക്ഷേ താങ്കൾ വെല്ലുവിളിച്ചത് ശരിയായില്ല. ഈ വെല്ലുവിളികൾ അങ്ങനെയുള്ള സ്ഥലമല്ല രാഷ്ട്രീയം. പോരുവിളികൾക്കും വെല്ലുവിളികൾക്കും ഉള്ളൊരു സ്ഥലമല്ല രാഷ്ട്രീയം. രാഷ്ട്രീയം കുറച്ചുകൂടി പാകതയോടുകൂടിയും കൊണ്ടുപോകേണ്ടതാണ്. സമുദായ നേതാക്കളെ ജോലി, ഇപ്പോൾ സ്കൂൾ സമയം മാറ്റുന്നു, ശിവൻകുട്ടി പറഞ്ഞപ്പോൾ സമസ്ത ബഹളം ഉണ്ടാക്കിയില്ലേ? സൂമ്പ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ സമസ്തയും മുസ്ലിം സംഘടനകളെല്ലാം ബഹളം ഉണ്ടാക്കിയില്ലേ? അപ്പോൾ അതങ്ങനെ തന്നെയാണ്. ഒരു മതത്തെ ബാധിക്കുന്ന മുനമ്പം പ്രശ്നം വന്നപ്പോൾ ക്രിസ്ത്യാനികൾ ബഹളം ഉണ്ടാക്കിയില്ലേ? അതുപോലെ തന്നെയാണ് സാമ്പത്തിക സംവരണത്തിന് വേണ്ടി NSS ബഹളം ഉണ്ടാക്കുന്നു, ജാതി സെൻസസിന് വേണ്ടിയും ഇതുപോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടി വെള്ളാപ്പള്ളി ബഹളം ഉണ്ടാക്കും. സമുദായ നേതാക്കൾ അവരുടെ സമുദായത്തിൻ്റെ ആളുകളുടെ കയ്യടി കിട്ടാനും സമുദായത്തിന് നല്ലത് വരാനും വേണ്ടിയിട്ടൊക്കെ അവർ ബഹളം ഉണ്ടാക്കും. അത് സതീശനെ പോലുള്ള ആളുകൾ അത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നതാണ് വളരെ നല്ലത്. എന്തായാലും നമുക്ക് സംഭവിച്ചു. ഈ രാഷ്ട്രീയ വെല്ലുവിളിയും രാഷ്ട്രീയ പോരാട്ടവുമൊക്കെ അവസാനിപ്പിച്ച് കുറേ കൂടി പാകതയുമുള്ള ഒരു തെരഞ്ഞെടുപ്പാകട്ടെ. തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും, ആര് വരും, 100 സീറ്റ് കിട്ടുമോ, ഭരണം വരുമോ എന്നുള്ളതൊക്കെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. നമുക്ക് ജനങ്ങൾക്ക് വിടാം. ജനാധിപത്യമാണല്ലോ അവസാന വാക്ക്.